ഹലോ ഗായ്സ്, എല്ലാവർക്കും ആഷി കണ്ണൂർ എന്ന യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ എന്താന്ന് വിചാരിച്ചു കഴിഞ്ഞാല് നമ്മുടെ കഴിഞ്ഞ ഞായറാഴ്ച നമ്മുടെ സ്നേഹകൂടാരം ഫേസ്ബുക്ക് ഗ്രൂപ്പിന്റെ ഒരു മീറ്റപ്പ് ഉണ്ടായിരുന്നു. അതിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എനിക്ക് കുറച്ച് ആൾക്കാരോട് നന്ദി പറയാനുണ്ട്. കാരണം ഒന്ന് ഗ്രൂപ്പിന്റെ അഡ്മിൻ മുനിയർ, എനിക്ക് വരാൻ താല്പര്യമുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഫുൾ അറേഞ്ച്മെന്റ് ചെയ്തത് അവരാണ്. പുള്ളിയുടെ പാപ്പശ്ശേരിന്റെ ആളെ കോണ്ടാക്ട് ചെയ്ത് ഉള്ള അറേഞ്ച്മെന്റ് എനിക്ക് വേണ്ടി ചെയ്തതാണ്. പക്ഷെ നിർഭാഗ്യവശാൽ തലേന്ന് അവരെ വിളിച്ചപ്പോൾ എന്തോ അസൗകര്യക്കേട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സ്പോട്ടിൽ തന്നെ നമ്മുടെ മുന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എൻ്റെ ബർത്ത്ഡേ വീഡിയോയിൽ നിസ അവരും മുനീറും കൂടി ഗ്രൂപ്പിലുള്ള മലപ്പുറത്തുള്ള ഇയാസിനെ കോണ്ടാക്ട് ചെയ്യുകയുണ്ടായി. ഇയാസ് ഇതറിഞ്ഞപ്പോൾ പറഞ്ഞത് എന്ത് വില കൊടുത്തിട്ടാണെങ്കിലും ഇവനെ നമ്മളിവിടെ എത്തിക്കും എന്ന് പറഞ്ഞിട്ട് ഇയാസ് മലപ്പുറത്തുനിന്ന് വണ്ടി എടുത്തിട്ട് പാപ്പശ്ശേരി എൻ്റെ വീട്ടിൽ വന്നിട്ട് എന്നെ കൂട്ടിയിട്ട് അങ്ങോട്ടേക്ക് കൊണ്ടുപോവുകയും ചെയ്ത് അതേപോലെ തിരിച്ചു കൊണ്ടുവരികയും ചെയ്തു. അപ്പൊ അവരോട് എൻ്റെ നന്ദി ഈ അവസരത്തിൽ ഞാൻ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞതിൽ വല്ല തെറ്റിപ്പോവാൻ ചാൻസ് ഉണ്ട്. കാരണം അത്രക്കും ഒരു സന്തോഷമാണ് എനിക്ക്. അവരില്ലത് കൊണ്ടാണ് എനിക്ക് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത്. അപ്പൊ കോഴിക്കോട് വെച്ചായിരുന്നു പരിപാടി നടന്നത്.
And so, Jennifer and Saad fled the kingdom together, leaving behind the life that had been planned for them. They knew that they would face many challenges ahead, but as long as they had each other, they were ready to face whatever came their way. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇതുപോലുള്ള ഉപകാരപ്രദമായ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. ഒന്നുകൂടി ഞാൻ പറയുകയാണ്, റിയാസിനോടും ഇസേനോടും മുനീറിനോടും അതുപോലെ അവിടെ പങ്കെടുത്ത എല്ലാവരോടുമുള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. കാരണം എല്ലാവരും അവിടെ എനിക്ക് എല്ലാ ഹെൽപ്പിനും ഉണ്ടായിരുന്നു. എന്നെ തനിച്ചാക്കിയില്ല. അവര് പോന്നിടത്തെല്ലാം പിടിച്ചിട്ടും പിന്നെ എടുത്തു കൊണ്ടുപോകുമ്പോ ഒരാളുണ്ടായിരുന്നു. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതിൽ